യൂട്യൂബ് നോക്കി ഗോത്ര കലാരൂപമായ പളിയ നൃത്തം പഠിച്ച് കലോത്സവ വേദിയിൽ അവതരിപ്പിച്ച് കൈയടി നേടിയ മിടുക്കരെയാണ് നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം അത് സ്കൂൾ തലത്തിൽ, സബ് ജില്ലാ തലത്തിൽ, ജില്ലാതലത്തിലൊക്കെ കടന്നിട്ടാണ് സംസ്ഥാന തലത്തിൽ, അതും ഒറ്റയ്ക്കാണ് പരിശീലിച്ചത്. യൂട്യൂബ് നോക്കിയായിരുന്നു പരിശീലനം. കൊല്ലം പള്ളിമൺ ഗവൺമെന്റ് HSSലെ കുട്ടികളാണ് അല്ലേ? ഇടുക്കി ജില്ലയിലെ പളിയ നൃത്തം അവതരിപ്പിച്ച് എ ഗ്രേഡ് നേടിയത്. പരിശീലകർ ഇല്ലാതെ പഠിച്ച നൃത്തവും അതുമായി ബന്ധപ്പെട്ട വിശേഷവും നോക്കാം. ഫലപ്രഖ്യാപനത്തിനായി ബഹുമാനപ്പെട്ട ജഡ്ജിനെ ക്ഷണിക്കുകയാണ്. ഭയങ്കര ടെൻഷൻ. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ചു കിട്ടണമല്ലോ അതിന്. പിന്നെ അല്ല കിട്ടൂ തന്നെ പഠിച്ചതാ. അപ്പം അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്. ബാക്കി എല്ലാവർക്കും സാറുമാരും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്. സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ, സന്തോഷ കണ്ണീര്, ആനന്ദ കണ്ണീര്, ഇതെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡ് എല്ലാ സാധനങ്ങളും ഞങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. സബ് ജില്ല കഴിഞ്ഞു, ജില്ല കഴിഞ്ഞു, സ്റ്റേറ്റ് വരെ എത്തി. അതൊരു വലിയ കാര്യം. നമ്മൾ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് സ്വന്തമായിട്ട് പഠിച്ചു വരിക എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെ. കുട്ടികൾ താനെ പഠിച്ചതാണ്. പ്രധാനമായിട്ടും പ്രിൻസിപ്പളിൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ഒന്നിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഒരു രൂപരേഖയില്ലാത്ത ഒരു ഈ നൃത്ത കലാരൂപത്തിലേക്ക് കുട്ടികൾ കാണിച്ച ഒരു എഫേർട്ട്, അത് ഞങ്ങൾ അധ്യാപകർ പകച്ചുപോയി അവിടെ. സത്യം പറഞ്ഞു, പണക്കൊഴുപ്പിൻ്റെ മേളയാണ് സാധാരണയായി ഈ കലോത്സവങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെല്ലാം തനതായ കാര്യങ്ങളാണ്, വളരെ ചെലവ് കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് അവർ ശരിക്കും ആ കലാരൂപം കൃത്യമായി അവതരിപ്പിച്ചു എന്ന് തന്നെ പറയാം. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് ഇപ്പോൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് കുട്ടികൾ അത് പഠിച്ചെടുത്തതെന്ന് നമുക്ക് ആ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒറ്റയ്ക്ക് പഠിക്കുക, അത് യൂട്യൂബ് നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് അല്ലേ?